പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഞാനിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത കേൾക്കാനിടയായി. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. നാട്ടിൽ നിന്നും നിക്കാഹ് കഴിഞ്ഞ് സൗദിയിലെത്തിയിട്ട് 3 മാസമേ ആയുള്ളൂ. ഈ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണം മുസ്ലിങ്ങളായ ഓരോ സത്യവിശ്വാസികളും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും നല്ലൊരു മരണം സാധ്യമാക്കുക എന്നുള്ളത്. നല്ലൊരു ദിവസം, നല്ലൊരു മാസം, അതും പവിത്രമായ മണ്ണിൽ വെച്ച് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു 24 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നത് മക്കയിൽ ഉംറ നിർവഹിച്ചതിന് ശേഷം ആ ഒരു ചെറുപ്പക്കാരന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അങ്ങനെ റൂമിലെത്തി റൂമിൽ വിശ്രമിക്കുകയായിരുന്നു. വിശ്രമത്തിനിടയിൽ ഇദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയാണ്. ഉംറ നിർവഹിച്ചതിന് ശേഷം ഇയാൾക്ക് വയ്യാതാവുകയും ഉടനെ റൂമിലെത്തി വിശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. ഓട്ടുപാറക്കൽ മുഹമ്മദ് ജുമാനാണ് മരണപ്പെട്ടത്. 24 വയസ്സ്. എല്ലാവരും ദുആ ചെയ്യണം. നല്ലൊരു മാസം, നല്ലൊരു ദിവസമുള്ള മരണം. സങ്കടമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ സമാധാനമാണ്. മക്ക ഹറമിന് സമീപം അൽമാക്ക് കമ്പനി ജീവനക്കാരനായിരുന്നു. 4 വർഷമായി സൗദി പ്രവാസിയായ ജുമാൻ 3 മാസം മുമ്പാണ് നാട്ടിൽ നിന്നും നിക്കാഹ് കഴിഞ്ഞ് തിരിച്ചെത്തിയത്. കല്യാണ ആവശ്യങ്ങൾക്കായി 2 മാസത്തിന് ശേഷം നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. അപ്പോഴാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയത്. ചൊവ്വാഴ്ച ഉംറ നിർവഹിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഒരു സമയമുണ്ട്. ആ ഒരു സമയം നമ്മൾ പരമാവധി മുതലെടുക്കണം. നല്ലൊരു ജീവിതത്തിനും മരണത്തിനും വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആ സമയത്തിനുള്ളിൽ നമ്മൾ നടത്തണം. ആ ഒരു കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ നമുക്കിടയിൽ. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ആ ഒരു സമയം നമ്മൾ പരമാവധി മുതലെടുക്കണം. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കൃഷിയിടം പോലെയാണ്. അവിടെ ജോലി ചെയ്യുന്ന പണിക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ കൃഷി ചെയ്ത് വിളവെടുത്തിട്ട് വേണം അവിടേക്ക് പോകാൻ. പടച്ച റബ്ബ് ആ മോൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിൻ്റെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നല്ലൊരു മാസം, നല്ലൊരു ദിവസമാണ് ആ മോന് മരണപ്പെട്ടിരിക്കുന്നത് റബ്ബേ. ആ മരണം നല്ലൊരു മരണമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ റബ്ബേ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഹർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മണ്ണിലാണ് റബ്ബേ ഉള്ളത്. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ആ മകന് കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറുപ്പക്കാരനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം
ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. തട്ടിക്കളയല്ലേ റബ്ബേ, ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും പറ്റുന്നവരെല്ലാവരും യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക, ആ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ചെറിയ 24 വയസ്സുള്ള മോനാണ്. എല്ലാവരും ആ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അവർക്ക് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദുആ ചെയ്യിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.